നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഗവർണർക്ക് കത്ത് നൽകി ചെന്നിത്തല. ഭാസ്കർ കാർണവർ വധക്കേസിലെ പ്രതിയായ ഷെറിന് ശിക്ഷാ ഇളവ് നൽകരുതെന്ന് പറഞ്ഞാണ് ഗവർണർക്ക് കത്ത് നൽകിയത്. ഷെറിന് ശിക്ഷ ഇളവ് നൽകുന്നതോടെ അത് നിയമവിരുദ്ധവും സമൂഹത്തിന് തെറ്റായ സന്ദേശവും നൽകുമെന്നും ചെന്നിത്തല ചൂണ്ടിക്കാട്ടി. അഭിനേതാക്കൾ പ്രതിഫലം കുറിച്ചില്ലെങ്കിൽ സിനിമ നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമൂലം നേരിടുന്നത്. അതനുസരിച്ചുള്ള വരുമാനം തിരിച്ചു ലഭിക്കുന്നുമില്ല. കഴിഞ്ഞ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. പല തവണകളായി അഭിനേതാക്കൾക്ക് പ്രതിഫലം നൽകുന്നത് സംബന്ധിച്ചും കത്തും നേരത്തെ തന്നെ അമ്മ സംഘടനയ്ക്ക് നൽകിയിട്ടുണ്ട്. കൂടിയാലോചിച്ച് വിവരം നൽകാമെന്നാണ് സംഘടന അറിയിച്ചത്. വിനോദ നികുതിയും താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ചും വൻ പ്രതിസന്ധിയാണ് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ചർച്ച നടത്തിയില്ലെങ്കിൽ സിനിമാ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരുമെന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ പീഡനത്തിനിരയായ യുവതി മരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ 6 ദിവസമായി വെന്റിലേറ്ററിലായിരുന്നു യുവതി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് സുഹൃത്ത് വീട്ടിലെത്തിയ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുന്നത്. ശരീരമാസകലം പരിക്കേറ്റ യുവതിയെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില മോശമായതിനെ തുടർന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. കുണ്ടറ ലൈംഗിക പീഡന കേസിൽ മുത്തച്ഛന് ജീവപര്യന്തം തടവ്. 13 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ജീവപര്യന്തം തടവ് ശിക്ഷ. കൊട്ടാരക്കര അതിവേഗ പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പീഡനം സഹിക്കാൻ കഴിയാതെ വന്ന പെൺകുട്ടി പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് ജോൾസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കകം സ്വദേശി ദേവിദാസൻ എന്ന ആളെയാണ് പോലീസ് ചോദ്യം ചെയ്യുന്നത്. ഇയാൾക്ക് ശ്രീതുവും ഹരികുമാറുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ആദ്യം കോളേജിൽ അധ്യാപകനായിരുന്ന ഇയാൾ പിന്നീട് ജോൾസിനായി മാറുകയായിരുന്നു. ശ്രീതുവിന്റെ കയ്യിൽ നിന്നും ഇയാൾ 30 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. കൊച്ചിയിൽ ലഹരിവേട്ട. 3 കേസുകളിലായി 400 ഗ്രാം MDMA ആണ് പോലീസ് പിടിച്ചെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതികൾ അറസ്റ്റിലായി എന്നാണ് റിപ്പോർട്ട്. 1 കിലോ കൊച്ചിയിൽ വിതരണത്തിന് എത്തിച്ചതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് പള്ളുരുത്തി മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് 400 ഗ്രാം MDMA പിടികൂടുന്നത്. ആലപ്പുഴ വള്ളിക്കുന്നത്ത് തെരുവുനായുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്ക്. ഗംഗാധരൻ, രാമചന്ദ്രൻ, മറിയാമ്മ, ഹരികുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ വീട്ടമ്മയുടെ മുഖത്ത് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പേയുള്ള നായാണ് കടിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുംഭമേളയിൽ ഭക്തർക്ക് വിളമ്പുന്ന ഭക്ഷണത്തിൽ ചാരം വിതറിയതിന് പോലീസുകാരന് സസ്പെൻഷൻ. സൊറോൺ സ്റ്റേഷൻ ഇൻചാർജ് ബ്രിജേഷ് കുമാർ തിവാരിയാണ് സസ്പെൻഡ് ചെയ്തത്. ഇയാൾ ചാരം വാരിയിടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചിരുന്നു. സന്യാസം സ്വീകരിച്ചതിന് പിന്നാലെ മമതാ കുൽക്കർണിയെ അഖാഡയിൽ നിന്ന് പുറത്താക്കി. സന്യാസ ദീക്ഷ നൽകിയ ആചാര്യ മഹാമണ്ഡലേശ്വർ ലക്ഷ്മി നാരായണൻ ത്രിപാഠിയെയും കിന്നർ അഖാഡയിൽ നിന്ന് പുറത്താക്കിയതായി സ്ഥാപകൻ അജയ് ദാസ് അറിയിച്ചു. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട മമതാ കുൽക്കർണിക്ക് മഹാമണ്ഡലേശ്വർ പദവി നൽകിയ നടപടി കിന്നർ അഖാഡയുടെ മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബീഹാറിനെ തോൽപ്പിച്ച് ഇന്നിംഗ്സ് ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് കേരളം. മിന്നും ബൗളിംഗിലൂടെയായിരുന്നു ബീഹാറിനെ ഒതുക്കിയത്. ഇന്നിംഗ്സിനും 169 റൺസിനുമാണ് കേരളത്തിന്റെ മുന്നേറ്റം. 6 വർഷത്തിനു ശേഷമാണ് കേരളത്തിന്റെ ക്വാർട്ടർ പ്രവേശനം.